Okay, next session is by Mr. Saleh. So Saleh എന്ന് പറയുമ്പോൾ 2018 പാരാ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ചെസ്സിൽ സിൽവർ മെഡൽ നേടിയൊരു പ്ലെയർ ആണ്. ആൻഡ് ഹി റൈറ്റ് നൗ ഈസ് വർക്കിംഗ് ഇൻ കേരള ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഹിം ഓൺ ടു ദി സ്റ്റേജ്. വെൽക്കം യു സർ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്നെ ഇവിടെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് മുഹമ്മദ് സാലി. ഞാൻ കോഴിക്കോട് താമരശ്ശേരിയാണ് എൻ്റെ സ്വദേശം. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും അഭിമാനം ഉണ്ടായിട്ടുള്ള ഒരു നിമിഷമാണ് 2018 പാരാ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി സിൽവർ മെഡൽ നേടിയുള്ളത്. നമ്മുടെ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു എൻ്റെ സ്വപ്നമായിരുന്നു. അപ്പം അത് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ചെസ് ഇനത്തിലാണ് നമുക്ക് സിൽവർ മെഡൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് നമുക്ക് ഇന്ത്യ ഗവൺമെൻറ് പ്രൈം മിനിസ്റ്റർ എന്നെ നേരിട്ട് അഭിനന്ദനങ്ങൾ തന്നു. അപ്പം പിന്നെ ഇന്ത്യ ഗവൺമെൻറ് 15 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡൊക്കെ തന്നു. ഇപ്പോൾ കേരള ഗവൺമെൻറ് പിന്നെ PSC ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി തന്നു. ഇതൊക്കെ എനിക്ക് ചെസ്സിലൂടെ നേടാൻ പറ്റിയിട്ടുള്ള വലിയ വലിയ നേട്ടങ്ങളാണ്. ചെസ്സാണ് എൻ്റെ ജീവിതത്തിൽ ചെസ്സിലൂടെയാണ് എൻ്റെ ജീവിതം യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ ചെസ്സ് കളിക്കുക എന്നുള്ള ഒരു കാര്യത്തിലാണ് കൂടുതൽ സമയവും ചെലവഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ചെസ്സ് പഠിച്ചത് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂടെയുള്ള കൂട്ടുകാരെ കൂടെ കളിച്ച് പഠിച്ചതാണ്. അങ്ങനെ സ്കൂൾ ലെവലിൽ കളിക്കാൻ തുടങ്ങി. അവിടുന്ന് എനിക്ക് ചാമ്പ്യനൊക്കെ ആകാൻ പറ്റി. അങ്ങനെ സ്കൂളിന് വേണ്ടിയിട്ട് പുറത്ത് സ്റ്റേറ്റ് ലെവൽ സ്കൂൾ ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ കളിച്ചു സ്കൂൾ കഴിഞ്ഞ് പിന്നീട് നമ്മുടെ ബ്ലൈൻഡ് കാറ്റഗറിയിലുള്ള ചെസ്സിലൊക്കെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടി. അതോടൊപ്പം തന്നെ സൈറ്റഡ് കാഴ്ചയുള്ളവരുടെ കൂടെയുള്ള ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഫിഡയുടെ ഇൻ്റർനാഷണൽ ഫിഡെ റൈറ്റിംഗ് ക്ലാസിക്കലിലും റാപ്പിഡിലൊക്കെ കിട്ടി. അങ്ങനെയുള്ള ധാരാളം അച്ചീവ്മെൻറ്റ്സ് ചെസ്സിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതോടുകൂടെ എനിക്ക് ചെസ്സിലൂടെ കിട്ടിയിട്ടുള്ള ധാരാളം വേദികൾ, ധാരാളം സ്ഥലങ്ങൾ യാത്ര ചെയ്യാൻ. ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോയത് ഇന്തോനേഷ്യയിലാണ്. അങ്ങനെ പുറത്തുള്ളൊരു രാജ്യത്ത് പോകാൻ പറ്റി. അതുപോലെ തന്നെ ധാരാളം ഫോറിനേഴ്സൊക്കെ ആയിട്ട് കാണാനും കളിക്കാനൊക്കെ പറ്റി. പിന്നെ ഇന്ത്യയുടെ പേര് രാജ്യങ്ങൾക്ക് മുന്നിൽ അഭിമാനപൂർവ്വം നമ്മുടെ ദേശീയ ഗാനങ്ങളൊക്കെ ഒന്നിച്ച് പാടിപ്പിക്കാനും അഭിമാനപരമായിട്ടുള്ള ആ മുഹൂർത്തങ്ങൾക്കൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ കാശ്മീർ അടക്കം എല്ലാ പല സ്റ്റേറ്റുകളിലും പോയി കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ധാരാളം എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ചെസ്സിലൂടെ നേടാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ഞാൻ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടാണ്. അപ്പോൾ ആദ്യം പഠിച്ചത് പ്രൈമറി സ്കൂൾ പഠിച്ചത് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ളവർക്കുള്ള ഒരു സ്കൂളിലാണ്. അവിടെ നിന്ന് ബ്രെയിൽ മെത്തേഡും കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നീടുള്ള എഡ്യൂക്കേഷനൊക്കെ സാധാ സ്കൂളുകളിലായിരുന്നു. പിന്നെ ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രി ലാസ്റ്റ് LLB വരെ ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ചെസ്സ്. അതിലൂടെ തന്നെ പരമാവധി യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ധാരാളം പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇതിന് ധാരാളം ചാലഞ്ചസ് ഉണ്ടായിരുന്നു. എനിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, എവിടെ പരിപാടി ഉണ്ടെങ്കിലും പോകണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാവും. അതിനെ അങ്ങ് പോവുക ചെയ്യൽ. പിന്നെ അതിനുള്ള ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതൊരു വലിയൊരു ചാലഞ്ചായിരുന്നു. ധാരാളം ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കാൻ. എന്നാലും പറ്റുന്നത്ര പരമാവധി ഞാൻ ശ്രമിച്ച് പോകാനായിരുന്നു ശ്രമിക്കല്. പിന്നെ മറ്റൊന്ന്, ഇതിൽ വലിയ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വിദഗ്ധമായിട്ടുള്ള കോച്ചിങ് ഒക്കെ കിട്ടേണ്ടതുണ്ട്. അങ്ങനെ അതൊന്നും തുടക്കത്തിൽ തന്നെ എനിക്ക് അത് അത്ര ലഭ്യമായിട്ടില്ലായിരുന്നു. ഞാൻ സ്വന്തം പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. എനിക്ക് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നവരെ കോച്ചിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം പോലും കിട്ടാനുള്ള അവസരമില്ലായിരുന്നു. അങ്ങനെ പിന്നീട് ഞാൻ ചെറിയ തരത്തിലുള്ള പലയിടങ്ങളിലായിട്ടുള്ള കോച്ചിങ്ങുകളൊക്കെ എടുത്തു. പിന്നെ അങ്ങനെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ
2018 ഇന്തോനേഷ്യയിൽ സിൽവർ മെഡലൊക്കെ നേടിയതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ PSC കയറുന്നതിന് മുന്നേ ഞാൻ ഒരു 1.5 വർഷം ആയിട്ട് പ്രീമിയർ ചെസ് അക്കാദമി എന്നുള്ള ഒരു US ബേസ്ഡ് അക്കാദമിയിൽ ചെസ്സിൻ്റെ കോച്ചിങ് കൊടുത്തുകൊണ്ടിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെസ്സിലൂടെയുള്ള യാത്ര. ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി, വൈഫ്, 3 കുട്ടികൾ. പിന്നെ എൻ്റെ എനിക്ക് ബ്ലൈൻഡ്നെസ് ഹെറിഡിറ്ററി വന്നിട്ടുള്ളതാണ്. ഫാദർ, ഗ്രാൻഡ് ഫാദർ, എൻ്റെ സിസ്റ്റേഴ്സിനുണ്ട്, പിന്നെ എൻ്റെ മക്കളിൽ ഒരാൾക്കുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ഇതാണ് ബ്ലൈൻഡ്നെസ്. ഇനി നിങ്ങൾക്ക് ഈ ഏരിയയായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ, താല്പര്യം തോന്നുന്ന കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രാക്ട് ചെയ്യായിരുന്നു. ചെസ്സായിട്ടോ ബ്ലൈൻഡ്നെസ് ആയിട്ടോ നമ്മുടെ ഈ നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ഏരിയാസിലെ കുറിച്ച് എന്തെങ്കിലും അറിയേണ്ടിയുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ, ചോദിച്ചാൽ. ആർക്കും മൈക്ക് വേണം? അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? സലാഹുദ്ദീൻ? ഓപ്ഷൻ ഉണ്ട്, മൈക്കും ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. ആർക്കോ വേണമെങ്കിൽ ചോദിച്ചു ഒന്ന് കൊടുത്തോ, ഇൻട്രാക്ട് ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടി സൗകര്യം. ഓക്കെ, താങ്ക് യു. അപ്പം ഇത് ചെസ് ഒക്കെ കളിക്കുന്ന സമയത്ത് അത് ഏതാണ് മൂവ് എന്നതൊക്കെ നമുക്ക് അറിയണ്ടേ? അപ്പൊ ഇതെല്ലാം എങ്ങനെയാണ്? അടുത്തുനിന്ന് ഒരാൾ പറഞ്ഞുതരാണോ അതോ നമ്മള്? മനസ്സിലായി. ഓക്കെ, ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറയേണ്ടിയായിരുന്നു. ആ ബ്ലൈൻഡ് ചെസ്സിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞുതരാം. ബ്ലൈൻഡ് ചെസ്സ് കാഴ്ച ഉള്ളവരുമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു നല്ല ഗെയിമാണ്. മറ്റു ഗെയിമുകളൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് റൂൾസ് ഉണ്ടാകുക. ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ ഉണ്ട്, പക്ഷേ ഒക്കെ മറ്റ് കാഴ്ച ഉള്ളവരുമായിട്ട് ഒന്നിച്ച് കളിക്കാൻ പറ്റുന്നതല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂളാണ്. പക്ഷേ ചെസ്സ് സെയിം റൂളിൽ കളിക്കുന്ന ഒരു ഗെയിമാണ്. കാഴ്ച ഉള്ളവരോട് കൂടി കളിക്കുക, ഇല്ലാത്തവരോട് കളിക്കുക. ഞാൻ കാഴ്ച ഉള്ളവരോട് കൂടി കളിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർസോണിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്, ക്ലാസിക്കലിലും റാപ്പിഡിലൊക്കെ. ഇനി ചെസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് ബോർഡാണ് ചെസ് ബോർഡ്. നമ്മൾ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടാക്ടൈൽ ചെസ്സ്, തൊട്ട് നോക്കി മനസ്സിലാക്കും. ബോർഡ് ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ വുഡിൻ്റെ ബോർഡായിരിക്കും, അതിൻ്റെ ബ്ലാക്ക് സ്ക്വയർ ഉയർന്നിരിക്കും, വൈറ്റ് സ്ക്വയർ താഴ്ന്നിരിക്കും. അതേപോലെ മറ്റൊന്ന് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ബ്ലാക്ക് സ്ക്വയറും വൈറ്റ് സ്ക്വയറും മനസ്സിലാവും. ഉയർന്നിരിക്കുന്ന രൂപത്തിൽ വുഡ് കൊണ്ട് കട്ട് ചെയ്തുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് കറക്റ്റ് ബ്ലാക്ക് ഉയർന്നിരിക്കും, വൈറ്റ് താഴ്ന്നിരിക്കുന്ന രൂപത്തിലാണ് ബോർഡ് സെറ്റ് ചെയ്ത്. ഇനി ടച്ച് ചെയ്യുമ്പോൾ വീണ് പോവുകയും നീങ്ങി പോവുകയൊക്കെ പീസുകൾ ചെയ്യൂ. അതിന് എന്താ ചെയ്യുക വെച്ചാൽ എല്ലാ പീസിൻ്റെ സെൻറ്ററിലൊരു ഹോളും എല്ലാ സ്ക്വയർ കളങ്ങളുടെ സെൻറ്ററിലൊരു ഹോളുണ്ടാവും. ആ ഹോളിലേക്ക് പീസുകൾ കറക്റ്റ് ഇറക്കി വെക്കുന്നതോടുകൂടി അവിടെ ഉറച്ചിരിക്കും. പിന്നെ നമ്മൾ എത്ര ടച്ച് ചെയ്താലും വീണ് പോവുക നീങ്ങി പോവുകയൊന്നുമില്ല. നമ്മൾ ഫോഴ്സ്ഫുള്ളി എടുത്ത് തന്നെ അടുത്ത സ്ക്വയറിൽ വെച്ചെങ്കിൽ മാത്രമേ അത് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ടച്ച് ചെയ്ത് നോക്കാനുള്ള നല്ല ഒരു ഫ്രീഡം അവിടെ ഉണ്ടാവും. പിന്നെ മറ്റൊന്നുള്ളത് പീസിൻ്റെ ബ്ലാക്ക് കളേഴ്സ് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ബ്ലാക്കിന് ചെറിയൊരു ഡോട്ട് ഉണ്ടാവും ഏറ്റവും ടോപ്പിൽ പീസുകളുടെ. അപ്പോൾ ആ ഡോട്ട് ഉള്ളത് അത് ഷേപ്പിനൊന്നും ഒരു ചേഞ്ചും വരുന്നില്ല, ചെറിയൊരു ഡോട്ട് അതുണ്ടെങ്കിൽ ബ്ലാക്കൊന്നും, അതില്ലാത്തത് പ്ലെയിൻ ആയിട്ടുള്ളത് ടോപ്പ് പ്ലെയിൻ ആയിട്ടുള്ള പീസുകളുടെ ടോപ്പ് പ്ലെയിൻ ആണെങ്കിൽ അതെന്താ വൈറ്റ് ആയിട്ടും ആണ് ഉണ്ടാവുക, ബ്ലാക്കിന് ചെറിയൊരു ഡോട്ടും. അപ്പോൾ വൈറ്റും ബ്ലാക്കും അതും അറിയാനുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അവിടെ വന്ന്. പിന്നെ സ്ക്വയർ കളേഴ്സ് അറിഞ്ഞു, പീസിൻ്റെ കളർ അറിഞ്ഞു. പിന്നെ പീസ് തിരിച്ചറിയാൻ എല്ലാം ഡിഫറെൻറ്റ് ഷേപ്പാണ്. അത് ടച്ച് ചെയ്താൽ അപ്പം തന്നെ അറിയാൻ പറ്റും. പിന്നെ ടച്ച് ചെയ്യുമ്പോൾ വീണ് പോകുന്നതിന് പകരം ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് പീസുകൾ കാലും സ്ക്വയേഴ്സിന് ഹോളും ഉണ്ടാവും. ഇത്രയും പ്രത്യേകതകൾ മാത്രമാണുള്ളത്. ഈ ഒരു ബോർഡിൽ മറ്റുള്ള കാഴ്ചയുള്ളവർക്കും കളിക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. അവ സെയിം ഷേപ്പാണ്, പീസുകളുടെ സെയിം ഷേപ്പാണ് ബോർഡിൻ്റെ. പിന്നെ റൂൾസൊക്കെ സെയിം ആണ്. ഇനി കളിക്കുമ്പോൾ കളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞെങ്കിലേ അറിയാൻ പറ്റൂ. കളിച്ചുകൊണ്ട് പറയണോ പ്ലേഡെന്നോ അല്ല നൊട്ടേഷൻ ഉണ്ട് ശരിക്കും. ആ നൊട്ടേഷൻ എവിടേക്ക് ഏത് പീസ് മൂവ് ചെയ്തു എന്നുള്ളതാണ് നൊട്ടേഷനിൽ നമ്മൾ പറയുന്നത്. E4, NF3 അങ്ങനെയൊക്കെ പറയൂ. അങ്ങനെ പറയുകയാണെങ്കിൽ കറക്റ്റ് എവിടെയാണ് ആ മൂവ് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡയറക്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയി ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ഈ ബോർഡ് ഈ കളിക്കുന്ന കൂടെ
തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ടൈം വെച്ചിട്ടാണ് നമ്മൾ കളിക്കുക. അതിന് ഡിഫറെൻറ്റ് ലെവലുണ്ട്, റാപ്പിഡ്, പിന്നെ ക്ലാസിക്കൽ, അതുപോലെ തന്നെ ബ്ലിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ക്ലോക്ക് വെച്ചും കൂടിയാണ് കളിക്കുക. അപ്പോൾ ആ ക്ലോക്കിൽ സെറ്റ് ചെയ്ത ടൈമിൻ്റെ ഉള്ളിൽ ഗെയിം തീരണം. ഇല്ലെങ്കിൽ ആരുടെ ടൈമാണോ ക്ലോക്കിൽ തീരുന്നത് അവരാണ് തൂക്കുക. അപ്പോൾ ഇതാണ് ഒരു ചെസ് ഗെയിമിൻ്റെ ചെറിയ പ്രത്യേകതകളൊക്കെ. ഡിഫറൻസ് നമുക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മോഡിഫൈഡ് ചെസ് ബോർഡിലുള്ള ഡിഫറൻസ് ഇത്രയൊക്കെയാണ്. ഓക്കെ, ഗുഡ്. ഇത്രയും നേരം എന്നെ ഓഡിയൻസായി ശ്രദ്ധിച്ചതിനൊക്കെ വളരെ നന്ദി. ചോദ്യം ചോദിച്ചവർക്കൊക്കെ താങ്ക് യു. ഓക്കെ.